BMC ഗ്ലോബൽ ലൈവ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അടുത്ത കാലത്ത് 6 മാസം മുമ്പ് വായിച്ചിരുന്നു. ഇവിടുത്തെ ഒരു ഗാന്ധി സംഘടന നടത്തിയ ഒരു പ്രോഗ്രാമിൽ മോഡറേറ്ററായി പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് കാരണം. അതിനുശേഷം വീണ്ടും വളരെ പരന്ന ഒരു വായന സമ്മാനിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും 1869 മുതൽ 1915 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരനും പണ്ഡിതനും വാഗ്മിയുമായ പി ഹരീന്ദ്രനാഥ് എഴുതിയ പുസ്തകവും അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന പുസ്തകവും വായിക്കാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പി ഹരീന്ദ്രനാഥിനോട് ചില ചോദ്യങ്ങൾ സമീപിക്കുകയാണ് സ്പെഷ്യൽ എപ്പിസോഡ്. നമസ്കാരം. നമസ്കാരം. 11 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? അതെ. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്? ഇല്ല, പോയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു യാത്ര ഇല്ലാതെ തന്നെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കയിലെ ജീവിതവും ഗാന്ധിയുമായി ബന്ധപ്പെടുന്ന കാര്യവും ഒക്കെ വളരെ മനോഹരമായിട്ട് താങ്കൾ ഇതിലൂടെ കടന്നു കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഗാന്ധി എല്ലാത്തിനുമുള്ള ഒരു പരിഹാര മാർഗമല്ല എന്ന് പറയുമ്പോഴും താങ്കളുടെ പുസ്തകം അതിലെ കണ്ണും കാതും മനസ്സും ഒക്കെ ചേർത്ത് നോക്കിയാൽ ഗാന്ധി എല്ലാത്തിനും ഒരു പരിഹാരമാണ് എന്ന രീതിയിൽ കെ അരവിന്ദാക്ഷൻ്റെ ഇതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ ഒറ്റമൂലിയാണ് ഗാന്ധി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, കാരണം ഗാന്ധി ഒരു ദൈവമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ഗാന്ധിയിൽ തെറ്റുകളുണ്ട്, വീഴ്ചകളുണ്ട്, പാളിച്ചകളുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകം, നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം ഓരോ വ്യക്തിയും നേരിടുന്ന ഗൗരവതരമായ ആഴമേറിയ പ്രതിസന്ധികളിൽ ഒരുപാട് പരിഹാരങ്ങൾ ഗാന്ധിയിലുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഗാന്ധി ആരാണെന്നും ഗാന്ധിയുടെ ദർശനം എന്താണെന്നും ഗാന്ധിയുടെ പ്രപഞ്ച വീക്ഷണം എന്താണെന്നും ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ പൊരുളെന്താണെന്നും ഗാന്ധിയുടെ സത്യാഗ്രഹ സിദ്ധാന്തത്തിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ മാനങ്ങൾ എന്താണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ പരിഹാരത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് ഗാന്ധി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോഴും ഗാന്ധിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഞാൻ അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശരി എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരിണാമം സംഭവിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിലുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി ജനിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നിരന്തരമായ ഗാന്ധിയിലുള്ള പരിവർത്തനം അത് സമകാലിക രാഷ്ട്രീയ പ്രവർത്തകരുമായി താരതമ്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർ നിരന്തരമായി വാക്കുകൾ മാറുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അതൊരു വിമർശനമായിട്ടല്ല, അതൊരു സ്വദേശപരമായിട്ടൊരു ചോദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് സമീപിക്കുക? ഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് 1947 സെപ്റ്റംബറിൽ കൽക്കട്ടയിൽ നടത്തിയ ഒരു ഉപവാസം. സെപ്റ്റംബർ 1 ആരംഭിച്ചു, 5-ാം തീയതി ഉപവാസം അവസാനിപ്പിച്ച ശേഷം ഹൈദരി മൻസിൽ എന്ന വീട്ടിൽ ഒരു ചൂടി കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ കൽക്കട്ടയിലെ വർഗീയ കലാപത്തിൽ കത്തിയെരിഞ്ഞ കൽക്കട്ടയിലെ യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച ശാന്തി സേന എന്ന ഒരു സംഘടനയുടെ സെക്രട്ടറി ദേബദോസ് ദാസ് ഗുപ്ത തളർന്നവശനായി കിടക്കുന്ന ഗാന്ധിയെ സമീപിച്ച്
ബാപ്പു ഞങ്ങൾക്കൊരു സന്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതെ, ഒരു വെള്ളക്കടലാസിൽ ബംഗാളി ഭാഷയിലാണ് ഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എഴുതി. എൻ്റെ സന്ദേശം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതെ അതെ നാരായൺ ദേശായിയുടെ, മഹാദേവ് ദേശായിയുടെ മകൻ നാരായൺ ദേശായി 4 വോള്യങ്ങളിലായി ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിലാണ്. അത് പരിഭാഷപ്പെടുത്തിയത് കെ സഹദേവനാണ്. മലയാളത്തിലേക്ക് അത് മലയാളം മഹത്തായ ഒരു നല്ലൊരു പുസ്തകങ്ങൾ. നല്ല പുസ്തകമാണ്. പയ്യന്നൂർക്കാരനാണ്. അതെ, താങ്കളുടെ നാട്ടുകാരനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ആക്ടിവിസ്റ്റാണ്. ആക്ടിവിസ്റ്റാണ്. എൻ്റെ ഈ പുസ്തകരചനയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു തീർച്ചയായും പ്രതിഭയാണ്. താങ്കളും ഒരുപാട് റെഫറൻസ് ഗ്രന്ഥങ്ങളിലൂടെയാണ് ഈ പുസ്തകം. അതെ. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് വരാം. ആ പുസ്തകത്തിൽ നാരായൺ ദേശായി പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നല്ല പറയേണ്ടത്, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നാണ് പറയേണ്ടതെന്ന് പറയുന്നത്. ഗാന്ധി ഒരു നിരന്തരം പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയയുടെ പര്യായപദമാണ് മഹാത്മാഗാന്ധി. അതെ, അങ്ങനെയാണ്. ഒരേ സമയം തന്നിലും പുറത്തും നടത്തിയ പരീക്ഷണങ്ങളിലൂടെ, സ്വയം വികാസ സന്നദ്ധതയിലൂടെ, തെറ്റിയും തിരുത്തിയും സഹനങ്ങളുടെ കടൽവഴികളിലൂടെ കടന്നുപോയ മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യനെ മറ്റ് സാമാന്യതകളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അളക്കാനോ വിധിക്കാനോ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ സമാനതകളില്ലാത്തതാണ്. മാത്രമല്ല, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തെ അന്വേഷിച്ചുള്ള പരീക്ഷണം എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ മാർഗം ദുഷ്കരമാണ്. ആർക്കും ചെയ്യാം. ഞാൻ എൻ്റെ വഴിയിലൂടെയാണ് ഈ പരീക്ഷണം നടത്തുന്നത്, മറ്റൊരാൾ എന്നെ അനുകരിക്കരുത്. കൽപ്പറ്റ പറഞ്ഞതുപോലെ നമ്മുടെ ചിഹ്നങ്ങൾ എടുത്ത് മാറ്റി വെച്ച് വരയ്ക്കാൻ എളുപ്പമാണ് ഗാന്ധിയെ, 3 വര മതി. താങ്കൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. ഗാന്ധിയുടെ ആത്യന്തിക ലക്ഷ്യം, ഗാന്ധിയുടെ ജീവിത ദർശനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ ഉണ്മയും വിമോചനവുമാണ്. അത് നിസ്വാർത്ഥമായ സേവനമാണ് ഗാന്ധിയുടെ. അപ്പോൾ ഗാന്ധി വളരെ ഗൗരവമായി ആദ്യം പഠനങ്ങളിൽ ഏർപ്പെടുന്നത് ലോകത്തിലെ മതങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാന മതങ്ങളെക്കുറിച്ച് ഗാന്ധിയെ പോലെ ആഴത്തിൽ പഠനം നടത്തിയ മറ്റൊരു നേതാവുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 1893 അദ്ദേഹം കപ്പലിറങ്ങുന്നത് ഡർബനിലാണ്. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള യാത്രക്കിടയിലാണ് 1893 മെയ് 31 പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കറുത്ത വർഗ്ഗക്കാരനായതിനാൽ നിയമപ്രകാരം തന്നെയാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത്. ആ ടിക്കറ്റ്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് ദാദാ അബ്ദുള്ള സേട്ടാണ്. മാത്രമല്ല, അദ്ദേഹം വളരെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ഇൻസ്പെക്ടർ പറയും, ടിക്കറ്റ് എക്സാമിനർ പറയും, നിങ്ങൾ കറുത്തവർക്ക് യു കാൺ ട്രാവൽ ഇൻ ദിസ്, ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. പോലീസിനെ വിളിച്ചോന്ന് പറയും. ഗാന്ധി ഇറങ്ങാൻ സന്നദ്ധനാകുന്നില്ല. അപ്പോഴാണ് ഗാന്ധിയെ വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അതൊരു നിയമപരമായി വളരെ മോശമായിട്ട്. അപ്പോഴാണ് ഗാന്ധി അന്ന് രാത്രി ഉറങ്ങാതെ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചെറിയ വിശ്രമ മുറിയിൽ, അന്ന് വലിയ തണുപ്പുള്ള രാത്രിയാണ്, കൊടും തണുപ്പുള്ള രാത്രിയാണ്, അവിടെ ഇങ്ങനെ ഒട്ടക്കിങ്ങനെ ഇരിക്കും. കോട്ടൊക്കെ ഇട്ടിട്ടുള്ള. യെസ്. അദ്ദേഹം അപ്പോൾ 2 ഓപ്ഷനാണ് ഗാന്ധിയുടെ മുമ്പിൽ. ഒന്നുകിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുക, 2 ഇവിടെ തുടരുക. ഗാന്ധി തുടരാൻ തീരുമാനിക്കുന്നു. 1938 എത്രയോ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ മിഷണറിയായ ഫാദർ ജോൺ മോട്ട് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ അനുഭവം ഏതായിരുന്നു? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്. എന്നിട്ട് മാത്രമല്ല, ഗാന്ധി പറയുന്നത്, ആ രാത്രിയിൽ ഞാൻ എൻ്റെ അഹിംസാ സമരം ആരംഭിച്ചു. പിന്നെ മാത്രമല്ല, പിന്നീട് അദ്ദേഹം പ്രിട്ടോറിയയിലെത്തുന്നുണ്ട്. പ്രിട്ടോറിയയിലെത്തുമ്പോഴും അദ്ദേഹത്തിന് മോശമായ അനുഭവങ്ങളുണ്ടാവും. പ്രിട്ടോറിയയിലെത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ദാദാ അബ്ദുള്ള സേട്ടിൻ്റെ പ്രധാന വക്കീൽ, അഭിഭാഷകൻ ആൽബർട്ട് ബേക്കർ.
അദ്ദേഹം ഒരു ക്രിസ്തു മത പ്രചാരകനാണ്. അദ്ദേഹം ആശാരിപ്പണിയാൻ തുടങ്ങുന്നത്, പിന്നീട് അഭിഭാഷകനാണ്, പിന്നെ അത് വലിയ ഒരു സെറ്റപ്പിലേക്ക് വരിക. അദ്ദേഹം പിന്നീട് ഗാന്ധിയായിട്ട് വളരെ നല്ലൊരു ക്ലോസ് ആയിട്ട് അദ്ദേഹമാണ് ഈ ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോഴാണ് ഗാന്ധി ഗാന്ധിയിൽ ജിജ്ഞാസ. അപ്പോൾ സാധന എന്ന ഒന്നാമത്തെ വോള്യത്തിൽ 3 അധ്യായങ്ങളിലായിട്ട് നാരായണ ദേശായി മതജിജ്ഞാസയാണ്. അതെ. അപ്പം മതജിജ്ഞാസ എന്ന് പറയുന്നത് ഇപ്പോൾ ബോംബെയിലെ ഹൈക്കോടതിയിലെ മാമിബായി എന്ന ഒരു സ്ത്രീയുടെ കേസ് ആദ്യമായി വാദിക്കാൻ എഴുന്നേറ്റ് തലകറങ്ങി വീണ ബാരിസ്റ്റർ MK ഗാന്ധി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെത്തുകയും ആ മനുഷ്യൻ പിന്നീട് എന്താണ് ദൈവം, എന്താണ് ആത്മാവ്, എന്താണ് ലോകത്തിലെ മതങ്ങൾ, മതദർശനങ്ങൾ എന്താണെന്ന് തേടി അലയുന്ന ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഗാന്ധി നേരത്തെ പറഞ്ഞത് ദൈവം സത്യമാണ് എന്ന പ്രയോഗമുണ്ട്. പിന്നെ പറഞ്ഞു ഗാന്ധി സത്യമാണ് ദൈവം എന്നൊരു തലത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാകുന്നത് കർമ്മത്തെക്കുറിച്ചുള്ള ഭഗവത്ഗീതയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് കൊണ്ടുകിടക്കുകയും ചെയ്യുന്നത്. ഹരിശ്ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രവുമാണ്. അദ്ദേഹം അത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു മാറ്റമല്ലേ സത്യത്തിൽ? അങ്ങനെ നിരന്തരമായ മാറ്റമല്ലേ? സത്യമാണ് ദൈവം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ചേഞ്ച് അല്ലേ? വലിയ ചേഞ്ച്. അപ്പോൾ ഗാന്ധിയുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദിശാവ്യതിയാനങ്ങൾക്കെല്ലാം കാരണങ്ങൾ പുസ്തകങ്ങളാണ്. ഓക്കെ, അത് നമ്മുടെ ഹെൻറി സാൾട്ടിൻ്റെ എ പ്ലിയ ഫോർ വെജിറ്റേറിയനിസം മുതൽ ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിയുടെ ജീവിതത്തെ ശരിക്ക് മാറ്റിമറിക്കുന്ന പുസ്തകം ജോൺ റസ്കിൻ എഴുതിയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ താങ്കൾ ചോദിക്കുന്നതിന് മുമ്പ്? അതും കൂടെ കൂട്ടി പറയണം. താങ്കൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ പുസ്തകത്തിൽ 5000 പുസ്തകങ്ങൾ ഗാന്ധി വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട അതിനെക്കുറിച്ചുള്ള പുസ്തകവും താങ്കൾ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഒരു സച്ചിദാനന്ദൻ, ഇത് പേരെടുത്ത് തന്നെയാണ് പറയുന്നത്, സച്ചിദാനന്ദൻ കവിയെക്കുറിച്ച് ഗാന്ധിയിലേറെ സച്ചിദാനന്ദൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി അത്രയൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു പരാമർശം അത്ര വലിയൊരു മഹത്തരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താങ്കൾ ആണെങ്കിൽ താങ്കളുടെ ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്ന ഒരു പ്രധാന 5000 പുസ്തകങ്ങൾ, അതൊരു മനുഷ്യായുസ്സിൽ നല്ലൊരു നമ്പർ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു സംഗതി ഞാൻ സുമാരഴിക്കോട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയുടെ വായന ഗാന്ധിക്ക് അതൊരു തീർച്ചയായിട്ടും സുമാരഴിക്കോടും അതുപോലെ തന്നെ അത് KP റഹീമും ഒക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അതൊരു ബാധ്യതയും അതോടൊപ്പം തന്നെ ഒരു ഗാന്ധിയുടെ ഉള്ളിൽ നിന്ന് അത് നിരന്തരമായിട്ടുള്ള ഒരു വളരാനുള്ള ത്വരയുണ്ടാക്കുന്ന ആ പുസ്തകം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശം ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വേറെ തലമാണ്. പക്ഷേ ഈ സച്ചിദാനന്ദൻ്റെ പ്രയോഗവും എടുത്ത് പറയുമ്പോൾ താങ്കളുടെ പഠനത്തിൽ പറയുന്നത് വളരെ ആഴത്തിലുള്ളൊരു പഠനം ഗാന്ധിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമുക്ക് അതിലൂടെ അല്ല, ഞാൻ ഈ ഗാന്ധി MK ഗാന്ധി എന്ന വായനക്കാരൻ എന്ന് ഞാൻ ബോക്സ് ന്യൂസ് തീർച്ചയായിട്ടും. ഓക്കെ, നാരായണ ദേശായിയുടെ പുസ്തകത്തിൽ പ്രിട്ടോറിയയിൽ ജീവിച്ച ഏതാണ്ട് 9-10 മാസക്കാലത്തിനിടയിൽ ഗാന്ധി വായിച്ചു തീർക്കുന്നത് അന്ന് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ മുഴുവനാണ്. ഓക്കെ, അപ്പം അത്തരമൊരു വായനക്കാരനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് പഠനം തിരിച്ചറിയാത്ത സച്ചിദാനന്ദ മാഷുടെ ഒരു ലേഖനമുണ്ട്, എന്തുകൊണ്ട് ഗാന്ധി. സച്ചിദാനന്ദ മാഷ് ഗാന്ധി മികച്ചൊരു വായനക്കാരനായിരുന്നില്ല എന്ന് പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു തർക്കത്തിൽ ഗാന്ധി, ഞാൻ നേരത്തെ പറയാമെന്ന വിഷയമാണ്, ഗാന്ധിയുടെ ആത്മകഥയിൽ ഒരു പുസ്തകത്തിൻ്റെ മാന്ത്രിക സ്വാധീനം എന്നൊരു അധ്യായം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗാന്ധിയിലെ വായനക്കാരൻ്റെ അതൊരു പ്രധാന ഘടകം. അതായത് ഗാന്ധി ആ പുസ്തകം ഏതാണെന്ന് പറഞ്ഞാൽ ജോൺ റസ്കിൻ എഴുതിയ ആൻഡ് ടു ദിസ് ലാസ്റ്റാണ്. 1904 ഒക്ടോബർ 31 ജോഹനസ്ബർഗിൽ നിന്ന് ഡർബനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തീവണ്ടിയിൽ കയറിയിരുന്ന ഗാന്ധി തീവണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹെൻറി പൊളക്ക് ആണ് ഈ പുസ്തകം കൈമാറുന്നത്. ഗാന്ധി തീവണ്ടിയിൽ ഈ പുസ്തകം വായിക്കുകയാണ്. എന്നിട്ട് ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഓക്കെ, മാത്രമല്ല ആ പുസ്തകം
അൺ ടു ദിസ് ലാസ്റ്റ്, മലയാളത്തിൽ പരിഭാഷയുണ്ട്. ആ പുസ്തകമാണ് ശരിക്കും ഗാന്ധിയുടെ ജീവിതത്തെ പാശ്ചാത്യ നാഗരികതയുടെ ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരികത സൃഷ്ടിച്ച ജീവിതത്തിൻ്റെ ഒരു മറുപാതയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഗാന്ധിയെ കൊണ്ടുപോകും. അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? ഈ എല്ലാവർക്കും വേണ്ടത് ഈ പ്രകൃതിയിലുണ്ട്. അത് മാത്രമല്ല അതൊക്കെ റസ്കിൻ പറയുന്നുണ്ട്. മൂപ്പര് ഗാന്ധി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പുസ്തകത്തിൽ റസ്കിൻ പറഞ്ഞ ജീവിത രീതികൾ പരീക്ഷിക്കാനുള്ള ആദ്യത്തെ ശ്രമം ആരംഭിക്കുന്നത് ഫീനിക്സ് ആശ്രമം. ഓക്കെ, 1909 ജോൺ റസ്കിൻ്റെ പുസ്തകം ഗാന്ധി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് സർവോദയം എന്ന പേരിൽ ഗുജറാത്തിയിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സർവോദയം എന്ന് പറയുന്നത് ദ വെൽഫെയർ ഓഫ് ഓൾ, അവസാനത്തെ ആളിന് വരെ. ഇത് ഗാന്ധിയുടെ ദർശനത്തിൻ്റെ, രാഷ്ട്രീയ ബോധത്തിൻ്റെ, ധാർമ്മിക നിലപാടുകളുടെ ഒക്കെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തെ ആളിന് വരെ. ഓക്കെ, ജീവിതാന്ത്യത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കരഗതമാകാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ ഗാന്ധി പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യയിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടായിരിക്കരുത്. ഇത് മൂന്നും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമുള്ള ഒരു മനുഷ്യന് മാത്രമേ ഒരു ശരാശരി മനുഷ്യ നിലവാരത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. എന്താ ഇന്ത്യയിലെ അവസ്ഥ? ഓക്കെ, അതാണ് ഗാന്ധിയുടെ സ്വരാജ്. ഈ നേരത്തെ പറഞ്ഞ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനപ്പുറത്ത് മനുഷ്യൻ്റെ ചിന്തകൾക്കും മനസ്സിനും ഒക്കെ എത്രത്തോളം ആഴത്തിലേക്ക് ഗാന്ധി ഇറങ്ങി ചെന്നിട്ടുണ്ട്. പിന്നെ ഗാന്ധി പറയുന്നുണ്ട്, മൈ ലൈഫ് ഈസ് വൺ ഇൻഡിവിസിബിൾ ഹോൾ. അതാണ്, എൻ്റെ ജീവിതം അവിഭാജ്യമായ ഒരു സമഗ്രതയാണ്. അതിലെല്ലാം ഉണ്ട്. അതിൽ കലയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമ്പത്തികമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പരിസ്ഥിതിയുണ്ട്, പ്രകൃതി സ്നേഹമുണ്ട്, സ്പോർട്സ് ഉണ്ട്. എവറിത്തിങ് ഈസ് ദർ. മാത്രമല്ല അതെല്ലാം ഇൻ്റർലിങ്ക്ഡാണ്. എവറിത്തിങ് ഈസ് ഇൻ്റർലിങ്ക്ഡ്. ഈ ഒരു ഗാന്ധിയുടെ ജീവിത ദർശനത്തിൻ്റെ സമഗ്രത തിരിച്ചറിയാത്തവർ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി. അതൊരു പ്രധാനപ്പെട്ട വാചകം തന്നെയാണ്. താങ്കൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി. ഞാൻ ഈ കാര്യത്തിലേക്ക് ഗ്രാമസ്വരാജ് എന്ന ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഈ 3 ഭക്ഷണം, വസ്ത്രം, പാർപ്പിടത്തിൽ നിന്ന്, അത് കമ്മ്യൂണിസത്തെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നതാണ്. അത് കുറച്ചും കൂടെ കാലഘട്ടത്തിൽ വരുന്നപ്പോൾ അവർ ഈ മനുഷ്യൻ്റെ മനഃശാസ്ത്രവും ബയോടെക്നോളജിയും അത്തരത്തിലുള്ള കാര്യങ്ങളും പുതിയ AI അടക്കമുള്ള പല കാര്യങ്ങളെയും നിരന്തരമായി അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ സമയത്ത് തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം പാർട്ടി സർവാധിപത്യമായി മാറി, പാർട്ടി സർവാധിപത്യം വ്യക്തിയുടെ സർവാധിപത്യമായി മാറി എന്നൊക്കെയുള്ള പഠനം പോലും ഉണ്ട്. അത് മാർക്സിസമായി വന്നു. എൻ്റെ ചോദ്യം പ്രസക്തമാണെന്ന് താങ്കളുടെ ഈ ഒരു വലിയ പഠനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോഴൊക്കെ തന്നെ ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നൊക്കെ യന്ത്രത്തോടൊക്കെയുള്ള ഗാന്ധിയുടെ, അത് വിമർശനമായിട്ട് കുറേ കാലങ്ങളോളം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. യന്ത്രം മനുഷ്യൻ്റെ കൺട്രോളിൽ വരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ AI കാലഘട്ടത്തിൽ ആ വാചകങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ വല്ലാത്ത ഒരു ചുരുങ്ങലിലേക്ക് ഗാന്ധിയുടെ ഈ ഗ്രാമസ്വരാജ് പോലുള്ള സങ്കല്പങ്ങൾ മാറി സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകം, ഞാൻ കഴിഞ്ഞ 5.5 വർഷക്കാലം നടത്തിയ പഠനം 1915 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നവരെയാണ്. ആണ്, തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് 2 വോളിയം കൂടിയാണ്. അതാണ്, അത് 1915 മുതൽ 1935 വരെയും 35 മുതൽ 48 വരെയാണ്. അപ്പോൾ എൻ്റെ ഫോക്കസ്, നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് ഇതിലേക്ക് തന്നെ, അതിലേക്ക് തന്നെ വരണം, അതിലേക്ക് തന്നെ കൊണ്ടുവരും ഞാൻ. അപ്പോൾ ഇത് എവിടത്തേക്ക് വന്നാലും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിഗംഭീരമായൊരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ചോദ്യം വരുന്നത്. അതിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ വരുന്ന ചില ചോദ്യങ്ങളിലൂടെ കൊണ്ടുപോകുക എന്ന് കരുതിയിട്ടാണ്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്രാമസ്വരാജ് നമുക്ക് ആ രീതിയിൽ പറയാമല്ലോ, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യമായിട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഞാൻ ഈ 1910 ഹിന്ദു സ്വരാജ് എന്ന മുദ്രാവാക്യം അദ്ദേഹം തീർച്ചയായിട്ടും ദിങ്കറുടെയും അതുപോലെ തന്നെ നമ്മുടെ സവാക്കറുടെയൊക്കെ
തീവ്രതയ്ക്കെതിരെയുള്ള ശബ്ദമായിട്ടാണ് അദ്ദേഹം എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആ ഒരു മുദ്രാവാക്യത്തെ അന്ന് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചർച്ച പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ഹിന്ദു സ്വരാജ് ഒരു മുദ്രാവാക്യമല്ല, ഒരു പുസ്തകമാണ്. ഒരു പുസ്തകമല്ല, ഗാന്ധി ദർശന പ്രവാഹത്തിന്റെ ഉറവിടാണ്. അതെ, പക്ഷെ അത് എഴുത്തിലൂടെയാണ് തുടങ്ങുന്നത് അല്ലേ? അതെ, 1909 ആ പുസ്തകം. അതെ അതെ അതെ. ശരിക്ക് ഇന്ത്യയിൽ ഗാന്ധി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനാത്മകമായ ഒരു കത്ത് ഗാന്ധി എഴുതുന്നുണ്ട്. ഞാൻ ആ കത്ത് ഈ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ആ കത്ത് എഴുതുന്നത് 1909 ഒക്ടോബർ 30 വെസ്റ്റ് മിൻസ്റ്റർ ഹോട്ടലിൽ ഇരുന്നിട്ട് ലോർഡ് ആംതിൽ പ്രഭുവിന് ഗാന്ധി എഴുതിയൊരു കത്താണ്. തീർച്ചയായും. ആ കത്തിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലൂയി ഫിഷർ കാണുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ആ കത്തിലാണ് ഇന്ത്യയിൽ താൻ എന്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ ഗാന്ധി നൽകുന്നത്. അതിൻ്റെ പരിണതിയാണ് ഹിന്ദു സ്വരാജ്, തീർച്ചയായിട്ടും. ഇന്ത്യൻ ഹോം റൂൾ. ഈ ഹിന്ദു സ്വരാജ് എന്നുള്ള വാക്ക് പോലും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുണ്ട്. ഓക്കെ, ഇത് സ്വയംഭരണമാണ്. ഓക്കെ, അതിൽ ഗാന്ധി പറയുന്ന ഒരു വലിയ 1909 എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഹിന്ദു സ്വരാജിനെ നമ്മളിങ്ങനെ യന്ത്രം മറ്റേ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. കാരണം അത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ്. ആ ഉത്കണ്ഠകൾ അത് പാശ്ചാത്യ നാഗരികതയുടെ ഹിംസാത്മകത ഗാന്ധി തിരിച്ചറിയുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു സാമ്രാജ്യത്വ ചൂഷണം, മുതലാളിത്തം മാർക്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ ബെറ്ററായി അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അത് ഗാന്ധി പറഞ്ഞ പ്രൊഡിക്ഷൻസ്. അത് നല്ല കോണ്ടക്സ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഹിന്ദു സ്വരാജ് കൃത്യമായി പഠിക്കാത്ത ഒരാൾക്ക് ഗാന്ധിയുടെ ദർശനത്തെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ രാജീവൻ ചോദിക്കുന്നു ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം അപ്പുറം ഞാനൊരു ഗാന്ധി പണ്ഡിതനല്ല. പക്ഷെ അല്ലല്ല, ഞാൻ പറഞ്ഞു പണ്ഡിതനായിട്ടാണ് വളരെ താങ്കൾ നല്ല പണ്ഡിതനാണ്. ഇല്ല, എനിക്ക് ഞാൻ ഗാന്ധി അത്യാവശ്യം വായിച്ച ഒരാളാണ്. അല്ല, ഞാൻ പറയാൻ കാരണം, ഞാൻ പണ്ഡിതനല്ല എന്ന് പറയാൻ കാരണം ഞാനൊരു ഗാന്ധി പഠിതാവാണ്. അതൊക്കെ അത് താങ്കളുടെ വിനയമാണ്. അല്ല, വിനയം അല്ല, അതിൻ്റെ കാരണമുണ്ട്. കാരണം ഞാൻ ഈ പുസ്തകരചനയിൽ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പുസ്തകം. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് അതിൻ്റെ അവരുടെ ഇൻ്റലക്ച്വൽ വേവ് ലെങ്ത് എനിക്കറിയാം. കെ അരവിന്ദാക്ഷൻ, ഡോക്ടർ സിബി കെ ജോസഫ്, അതെ, ഡോക്ടർ കെ പി ശങ്കരൻ. അതെ അതെ. അപ്പോൾ അവരെ നിൽക്കുന്ന ഗാന്ധിയെ അവർ കെ അരവിന്ദാക്ഷനാണ് ശരിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. പിന്നീടാണ് കെ പി ശങ്കരൻ മാഷും സിബി കെ ജോസഫൊക്കെ ഞാൻ ബന്ധപ്പെടുന്നത്. കെ അരവിന്ദാക്ഷൻ്റെ അവതാരിക വളരെ താങ്കളെക്കുറിച്ച് വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഓരോ സംശയ നിവാരണത്തിനും ഞാൻ കെ അരവിന്ദാക്ഷനുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യം അദ്ദേഹം അറിയില്ല എന്ന് പറയും. ഇനി അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണെങ്കിൽ ഹരി ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും. ഓക്കെ, അങ്ങേയറ്റം കറകളഞ്ഞ ഗാന്ധിയൻ ചിന്തകനാണ്, സത്യസന്ധനാണ് അദ്ദേഹം. മാത്രമല്ല, കെ അരവിന്ദാക്ഷൻ എഴുതിയ ഗാന്ധിയുടെ ജീവിത ദർശനം എന്ന പുസ്തകമാണ് ഞാനെല്ലാ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു റീഡിങ് അത്രയും ഗാന്ധിയെ ആഴത്തിൽ പോയി തൊട്ട ഒരു പുസ്തകം ഇല്ല. കാരണം അത് മൗലികമാണ്. കാരണം അത് ഗാന്ധിയൻ ജീവിതത്തിൻ്റെ, ദർശനത്തിൻ്റെ, പ്രപഞ്ചവീക്ഷണത്തിൻ്റെ, സത്യാഗ്രഹത്തിൻ്റെ, പ്രകൃതി സ്നേഹത്തിൻ്റെ, പാരിസ്ഥിതിക ബോധത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെയൊക്കെ ആഴമേറിയ അടരുകളിലൂടെയാണ് ഈ അരവിന്ദാക്ഷൻ പോകുന്നത്, കെ അരവിന്ദാക്ഷൻ പോകുന്നത്. വിസ്മയപ്പെട്ടു ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല, എൻ്റെ ഒരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയ അദ്ദേഹമാണ്. ഞാൻ ഓരോ അധ്യായം എഴുതുന്ന സമയത്തും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. എങ്കിൽ പോലും ഞാൻ ഓരോ അധ്യായവും എഴുതി കഴിഞ്ഞാൽ ഞാൻ കെ അരവിന്ദാക്ഷനായിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അദ്ദേഹം വായിക്കും. എന്നിട്ട് അദ്ദേഹം എനിക്ക് നിർദ്ദേശങ്ങൾ തരും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഞാൻ റിഫൈൻ ചെയ്യും അത്. എന്നിട്ടാണ് ഞാൻ ഓരോ അധ്യായം പൂർത്തിയാക്കുന്നത്. ഞാൻ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ സിബി കെ ജോസഫിനെ ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ ധരിക്കുന്നത് ഇദ്ദേഹം വാർധയിലെ ജവഹർലാൽ ബജാജ് ഗാന്ധി
സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർ, അന്തർദേശീയ പ്രശസ്തനായ ഒരാൾ, മലയാളിയാണ്. പിന്നെ എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയത്തോടെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ എന്തൊരു സിംപ്ലിസിറ്റിയാണ് അവിടെയാണ് ഗാന്ധിയുള്ളത്. മാത്രമല്ല അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കാരണം തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ, നിരവധി വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരം ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ വാർധാ ആശ്രമത്തിൽ അന്തർദേശീയ തലത്തിലുള്ള സെമിനാറുകളും പരിപാടികളും നടത്തുക, തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം എന്നെ പഠിക്കുകയാണ്. ഞാൻ വെറുതെ അദ്ദേഹത്തെ ശല്യം ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളൊരു പഠനം നടത്തിയപ്പോൾ ഞാൻ വളരെ ഗൗരവപൂർവ്വമാണ് ഈ കാര്യത്തെ സമീപിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം എന്നെപ്പോലെ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കുനിങ്ങാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വിരമിച്ച അധ്യാപകന് സ്വപ്നം കാണാൻ കഴിയാത്ത അപൂർവമായ ഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ചരിത്രരേഖകളും വാർധയിലെ ആർക്കൈവ്സ് നടത്താൻ അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നു. അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചു, അതൊരു അധിക പ്രസംഗമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപകൻ, ടീച്ചർ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ 2 പുസ്തകങ്ങൾ എഴുതിയത്. ഞാൻ 1983 22ാമത്തെ വയസ്സിൽ MA എക്കണോമിക്സ് പാസ്സായ അന്ന് മുതൽ ഞാൻ അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ 10-35 വർഷക്കാലത്തെ ഞാനൊരു വെറും അധ്യാപകൻ മാത്രമല്ല, ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഞാൻ വോളിബോൾ കളിക്കാരനാണ്. തീർച്ചയായിട്ടും എനിക്ക് അതെ. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ജീവിത അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് കുട്ടികളുടെയും അധ്യാപകരുടെയും ക്യാമ്പുകളിലും സംഗമങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളൊരു പരിമിതമായ അറിവുകൾ. അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കുറേ സംശയങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ബഹദൂർ ഷാ സഫർ എങ്ങനെ കൊല്ലപ്പെട്ടു? ഓക്കെ, ആരായിരുന്നു കുഞ്ഞാലി മലക്കാർ? ഓക്കെ, 1857 കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു പ്ലാസി യുദ്ധം എന്ന് ഒരു അധ്യാപകന് പുതിയ കാലത്ത് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ ഒരു 100 കണക്കിന് പുസ്തകങ്ങൾ പോകണം. ആ 100 കണക്കിന് പുസ്തകങ്ങളിലെ അറിവാണ് എൻ്റെ 2 പുസ്തകത്തിലുള്ളത്. അത് തന്നെയാണ് ഇതൊരു റെഫറൻസ് ഗ്രന്ഥം. അതുതന്നെ ഞാൻ ഈ റെഫറൻസ് ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെ എനിക്ക് അപ്പം ഈ താങ്കളുടെ ടോൾസ്റ്റോയ് ഫാമുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വായനയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്കും ചില സംശയങ്ങളുണ്ട്. ഇപ്പം ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ കത്തിടപാടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതും പറയാത്തതായിട്ടുള്ള കാര്യം, ഇപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ റഷ്യൻ ലിറ്ററേച്ചർ എഴുത്തുകാരിൽ പുഷ്കിനും പിന്നെ അതുപോലെ തന്നെ ദസ്തയേവ്സ്കിയും അതുപോലെ തന്നെ പിന്നെ ചെക്കോവും ഒക്കെ ഉള്ള ഒരുപാട് എഴുത്തുകാരുടെ ഇടയിൽ വളരെയധികം അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ടോൾസ്റ്റോയാണ്. അദ്ദേഹത്തിൻ്റെ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിടപാടുകളും അതും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുള്ള അവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ എന്ന തലത്തിലേക്ക് ടോൾസ്റ്റോയ് വരുന്നുണ്ട് അല്ലേ? ആ അനുഭവങ്ങളും അത് താങ്കൾ നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര്, കാനഡയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടുത്തെ കൊളംബിയ സർവകലാശാല അധ്യാപകനായിരുന്നു താരക് നാഥ് ദാസ്. ഓക്കെ, താരക് നാഥ് ദാസ് ഇന്ത്യയുടെ വിമോചനത്തിൻ്റെ പിന്നെ പോരാട്ട വഴികളെ കുറിച്ചിട്ട് പിന്നെ ലിയോ ടോൾസ്റ്റോയ്ക്ക് ഒരു കത്തയക്കുന്നു. ഈ കത്ത് വായിച്ചപ്പോൾ ഈ ലിയോ ടോൾസ്റ്റോയ് താരക് നാഥ് ദാസിന് എ ലെറ്റർ ടു എ ഹിന്ദു എന്നാണ് ആ കത്തിൻ്റെ പേര്. വലിയ കത്താണ്. ഈ കത്ത് താരക് നാഥ് ദാസിന് ആരയക്കുന്നു? ഗാന്ധി അയക്കുന്നു, ടോൾസ്റ്റോയ് അയക്കുന്നു. അപ്പോൾ പ്രാൺജീവൻ മേത്ത എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു വലിയ സുഹൃത്താണ്. പിന്നീട് അയാൾ ഭയങ്കര കോടീശ്വരനായി മാറുന്നുണ്ട്. ബർമയിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര രത്നവ്യാപാരിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കുന്നതെന്ന് രാമേന്ദ്ര ഗുഹ പറയുന്നുണ്ട്. അത്തരത്തിലൊരു പഠനമുണ്ട്. യെസ്, അത് രാമേന്ദ്ര ഗുഹ വളരെ ഡീറ്റെയിൽ പൊതുവെ പറയപ്പെടുന്നത് ടാഗോറാണെന്ന്. അതിൻ്റെയൊക്കെ എത്രയോ മുമ്പിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാൺജീവൻ മേത്ത അവിചാരിതമായി പാരീസിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഈ പിന്നെ എ ലെറ്റർ ടു ഹിന്ദു കിട്ടും. ഓക്കെ, അദ്ദേഹം വന്നതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നു. ഫോട്ടോ കോപ്പി എടുത്തിട്ട് ലണ്ടനിലായിരുന്ന ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിക്ക് അയച്ചു കൊടുക്കുന്നു. ഗാന്ധി ഇത് പിന്നെ ഹിന്ദിയിലേക്കോ പിന്നെ ഗുജറാത്തിയിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള സമ്മതം ടോൾസ്റ്റോയോട് ടോൾസ്റ്റോയെ അനുവദിക്കുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ബ്രേക്കാണ്. ആ
അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ, ദൈക്ഷണിക ബന്ധത്തിൻ്റെ, ഒരു ദാർശനിക തലത്തിലൊക്കെയുള്ള അവരുടെ ആത്മബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ ടോൾസ്റ്റോയ് മരിച്ച സമയത്ത് മരണവാർത്ത കേട്ടിട്ട് ഗാന്ധി എഴുതിയ ഒരു വലിയൊരു അനുശോചന കുറിപ്പുണ്ട്. ഓക്കെ, ഞാൻ ആ കത്ത് ഫുള്ളായിട്ട് ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹാവിയോഗം. അതെ അതെ, തീർച്ചയായിട്ടും അത് വളരെ ടച്ചിങ് ആണ്. അല്ല, എന്നെ അതുകൊണ്ട് മാത്രമല്ലാത്ത ഇത് ഗാന്ധിയൻ ദർശനങ്ങളൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും ഈ ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയും അങ്ങനെ പിന്നെ മാക്സിം ഗോർക്കിയൊക്കെ ഉള്ള ആ ഒരു എഴുത്ത് വായനകളിൽ വല്ലാതെ അദ്ദേഹത്തെ ഒരു ധാർമ്മികത വല്ലാണ്ട് ടോൾസ്റ്റോയി ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. അത് തന്നെയായിരിക്കാം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഗുരുനാഥൻ എന്നൊരു സ്ഥാനത്തേക്ക് പോലും ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗാന്ധി ഒരു സത്യത്തിൽ ഇങ്ങനെ സത്യത്തെ അന്വേഷിച്ച് കൊണ്ടുള്ള ഒരു വല്ലാത്തൊരു യാത്രയെ ഗാന്ധി നടന്നത്. അതിലൊരു വ്യക്തിയൊന്നും ഗാന്ധിക്കൊരു വിഷയമല്ല. 1901 കൽക്കത്തയിൽ വെച്ച് നടക്കുന്ന പിന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം തോട്ടിയുടെ അതായത് ജോലി സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള ആളുകളെ വരെ കൊണ്ടുവന്ന തങ്ങളുടെ തന്നെ പഠനം വെച്ച്, പിന്നെ ചരിത്രം നമ്മൾ മറ്റു പുസ്തകങ്ങളും അത് വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുശിനിക്കാരനെ അടക്കം കൊണ്ടുവരുന്ന അവസ്ഥയിലുള്ളപ്പോൾ അവിടെ ഈ ഇതിൻ്റെ പ്രതിനിധികളായി വന്നവരും അല്ലാത്തവരുമായിട്ടുള്ള അവരുടെ മലം സ്വന്തം 31 വയസ്സുകാരൻ കോയി ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് മാതൃകയാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിൽ നിന്ന് പഠിച്ച കാര്യമല്ല ഗാന്ധി. അപ്പോൾ ഈ ഗാന്ധിയുടെ ഈ പരിവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ ഗാന്ധിയെ കാണുന്നത്, ഗാന്ധിയെ വിമർശിക്കുന്നത്, ഗാന്ധിയെ വിശകലനം ചെയ്യുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, എൻ്റെ ഒരു ഗാന്ധി പഠിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് ഈ പൊളിറ്റിക്കൽ ഗാന്ധിയിലേക്ക്, നമ്മൾ വിമർശിക്കുന്ന മഹാത്മാഗാന്ധിയിലേക്ക്, ബാരിസ്റ്റർ MK ഗാന്ധി എന്ന പുഴുവിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന പൂമ്പാറ്റയിലേക്ക് ഇദ്ദേഹം എങ്ങനെ പറന്നുയർന്നു എന്നത് പഠിക്കാതെ നിങ്ങൾക്ക് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ഈ പുസ്തകത്തിൽ 5.5 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടെഴുതിയത് 1893 അന്തർമുഖനായിരുന്ന ഗാന്ധി, ദക്ഷിണാഫ്രിക്കയിലെത്തുന്ന ഗാന്ധി. തീർച്ചയായിട്ടും 1914 ജൂലൈ മാസത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കേപ്പ് ടൗണിൽ നിന്ന് ലണ്ടനിലേക്ക് കപ്പൽ കയറുന്ന സമയത്ത് ആ ഒരു കാലയളവ് ഫ്രം 1893 to 1940, അതെ, ആ കാലയളവിൽ ഗാന്ധി, MK ഗാന്ധിയിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്ക് ആ മനുഷ്യൻ കടന്നു പോകുന്ന സഹനത്തിൻ്റെ കനൽ വഴികൾ, അത് പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഗാന്ധി ആരാൻ തിരിച്ചറിയാൻ കഴിയില്ല. അത് പഠിക്കണം. ഓക്കെ, അതാണ് എൻ്റെ പുസ്തകം. അത് അത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകത്തെക്കുറിച്ച് K. അരവിന്ദാക്ഷനുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ആരും എഴുതിയിട്ടില്ല. ഒരുപാട് ജീവചരിത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എഴുതിയ പോലെ റെഫറൻസ് മാതൃകയിൽ ഇത്രയും വിശദമായി സമ്പൂർണ്ണകൃതികൾ മുഴുവൻ താങ്കളിവിടെ ഇരിക്കുന്നത് തന്നെ അത് തന്നെയാണ്. ശ്യാംജി കൃഷ്ണവർമ്മ, മദൻലാൽ ദിങ്കർ, അതുപോലെ സവാർക്കർ, ഈ 3 പേരുടെ 3 തരത്തിലുള്ള ചിന്തകളാണ്. പക്ഷേ ചിന്തകളാണെങ്കിലും അത് കുറേ തീവ്ര ചിന്തകളാണ്. അപ്പോൾ അതിൽ മതവുമായി ബന്ധപ്പെടുന്നുണ്ട്, സോഷ്യലിസ്റ്റ് സംബന്ധമായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആധുനികമായിട്ടുള്ള ഒരു ഇന്ത്യൻ സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മതങ്ങൾക്ക് കുറച്ചുകൂടി, മതചിന്തകൾക്കും മതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഗാന്ധിയുടെ ഒരു മതപരമായ പഠനവും അത് രാഷ്ട്രീയപരമായിട്ടുള്ള പഠനവും ഈ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെടുന്നുമുണ്ട്. അതിനെങ്ങനെയാണ് താങ്കളുടെ പുസ്തകം പറയുന്നുണ്ട്? നമ്മൾ ഒരു ഗൗരവമായ കാര്യം എന്ന് വെച്ചാൽ 1909 MK ഗാന്ധിയുടെ ആദ്യത്തെ ജീവചരിത്രം പുറത്തു. അതെ, അത് എഴുതുന്നത് ഫാദർ ജോസഫ് ജോൺ ഡോക്കാണ്. അതെ, അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് പാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുമായിരുന്നു. അപ്പം അതിൽ ഈ ജോസഫ് ജോൺ ഡോക്ക് ആ പുസ്തകത്തിൽ പറയുന്നത് വെച്ചാൽ 40 വയസ്സാകുമ്പോഴേക്കും 1909-40 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങൾ, ഹിന്ദുമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സൊറാസ്ട്രിയൻ മതം, കൺഫ്യൂഷ്യസ്,
ഇതൊക്കെ ഇദ്ദേഹം ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ഇയാൾക്ക് ഹൃദയസ്ഥാനം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ മതങ്ങളെക്കുറിച്ചും ആധികാരികമായി പഠിച്ച എനിക്കറിയില്ല. ഞാനിപ്പം ഗാന്ധി പഠിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പഠിച്ചില്ല എന്ന് പറയണമെങ്കിൽ അത് പഠിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, ജവഹർലാൽ നെഹ്റു പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലല്ലോ, എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ പരിമിതമായ വായനയിൽ എനിക്ക് തിരിച്ചറിഞ്ഞത് ഇങ്ങനൊരു മതബോധത്തിലേക്ക്. എന്നിട്ട് ഇയാൾ അതിൽ വലിയൊരു കാര്യമുണ്ട്. ഇയാൾ മതത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ക്രൈസ്തവ മതത്തിലേക്ക് ഇദ്ദേഹത്തെ മതപരിവർത്തനം നടത്താൻ വേണ്ടി എന്നുള്ള ശ്രമത്തെ ഇയാൾ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് അന്ധമായ വർഗീയ ബോധം കൊണ്ടല്ല, മറിച്ച് മതത്തിൻ്റെ ഒരു വിശാലതകളിലേക്കാണ് ഇദ്ദേഹം പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ദൈവം സത്യവും അഹിംസയുമാണ്. തീർച്ചയായിട്ടും. ഈ 5 or 6 നൂറ്റാണ്ട് കൂടുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. അതും താങ്കളുടെ പുസ്തകത്തിൽ തന്നെ അത് രാമേന്ദ്ര ഗുഹയാണ്. അതെ, താങ്കളുടെ പുസ്തകത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ ഒരു അതിശയോക്തി ഉണ്ടോ? അതിന് അതിശയോക്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഗാന്ധിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ പോയിട്ട് പഠിക്കുമ്പോൾ അതിശയോക്തിയാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഇയാൾ ഗാന്ധി എന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുണ്ടല്ലോ. ഈ 1901 ഒക്ടോബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് താൽക്കാലികമായി ഇന്ത്യയിലേക്ക് പോകുന്ന കസ്തൂർബ ഗാന്ധിക്കും ഹരിലാൽ, മണിലാൽ ഒരു ഡർബനിൽ പാഴ്സി റുസ്തംജി എന്ന് പറയുന്നൊരു പാഴ്സി നേതാവിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ സമ്മാനം കിട്ടുന്നത് സ്വർണ്ണ കൂമ്പാരങ്ങളാണ്. അതെ. എന്നിട്ട് ഇദ്ദേഹം അത് ഞാൻ സമയക്കുറവ് കാരണം വിശദീകരിക്കുന്നത്. എന്നിട്ട് ഈ സ്വർണ്ണ വളകളും നെക്ലേസുകളും അതുപോലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ആഭരണങ്ങൾ മുഴുവൻ, സമ്മാനങ്ങൾ മുഴുവൻ അദ്ദേഹം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിൽ ആഫ്രിക്കൻ ബാങ്കിങ് കോർപ്പറേഷൻ്റെ ലോക്കറിൽ വെച്ചിട്ട് ആത്മകഥയിൽ എഴുതുന്ന ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അഹിംസാവാദിയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ലോകവും ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം 1901 32ാമത്തെ വയസ്സിൽ സമസ്ത ലോകവും ഒരു കുടുംബമാണ് എന്ന് പറയുന്ന ഗാന്ധിയെക്കുറിച്ച് പഠിക്കാതെ നിങ്ങൾ പൊളിറ്റിക്കൽ ഗാന്ധിനെ വെച്ച് വിമർശിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ, വളരെ പ്രസക്തമായൊരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. 1915 ശേഷം തീർച്ചയായിട്ടും ഗാന്ധി ഒരുപാട് വളരുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായതും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗാന്ധിയുടെ വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഗാന്ധി വിമർശനങ്ങളും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ ഇപ്പോൾ ഇതിൽ അരുന്ധതിയുടെയൊക്കെ പഠനമുണ്ട്. താങ്കൾ അതിനെക്കുറിച്ച് കൃത്യമായി പുസ്തകത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ചോദ്യം കൂടെ അതിലേക്ക് ചോദിക്കുകയാണ്. അതിലുപയോഗിച്ച വാക്ക് ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ആ ഒരു പഠനത്തെക്കുറിച്ച് എങ്ങനെയാണ് താങ്കളുടെ ഒരു വില? ഏത് പഠനം? ഇതിലേക്ക് അരുന്ധതി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അരുന്ധതി റോയ് മാത്രമല്ല, ഒരുപാട് ആളുകൾ, അശ്വിൻ ദേശായി, ഗുലാം വഹീദ് തുടങ്ങിയ ആളുകളൊക്കെ അത് ഡെലിബറേറ്റ് ക്രിറ്റിസിസമാണ്. ഓക്കെ, കാരണം ഇയാൾ വംശീയവാദി, സത്യത്തിൽ ഗാന്ധി വംശീയവാദിയല്ല. ഓക്കെ, വംശീയവാദിയല്ലാത്ത, ജാതിവാദിയല്ലാത്തൊരു മനുഷ്യനെ ജാതിവാദിയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് ആളുകളില്ലേ. ഇപ്പം എന്താ പറയുക, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെയും സോഷ്യലിസ്റ്റ് പാർട്ടിൻ്റെയൊക്കെ അവരുടെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിയിലൂടെയൊക്കെ പോയിട്ട് ഇയാൾ ജാതിവാദിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു സാധനമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വലിയ വലിയ നേതാക്കന്മാരല്ലേ. അതുപോലെ ഗാന്ധി ഒരിക്കലും അദ്ദേഹം വംശീയവാദിയല്ല. അദ്ദേഹം കാഫിർ എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. ആ കാഫിർ എന്ന വാക്ക് സമ്പൂർണ്ണ കൃതികളിൽ 1650 സ്ഥലത്താണ് കാഫിർ എന്ന് ഉപയോഗിക്കുന്നത്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയാളാ. ഓക്കെ, ഗാന്ധിയെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ, അരുന്ധതി റോയിയെ പോലുള്ള ആളുകൾ നടത്തുന്ന വിമർശനം കേട്ടാൽ ഇത് ശരിയാണെന്ന്. പഠിച്ചാൽ പ്രശ്നമില്ല, ഞാൻ പഠിച്ചുകൊണ്ട് എനിക്കറിയാം. ഈ വിഷയത്തിൽ അരുന്ധതി റോയിയുമായ ഒരു പരസ്യ സംവാദത്തിന് പോലും ഞാൻ തയ്യാറാണ്. മാത്രമല്ല, അരുന്ധതി റോയ് എഴുതിയ വിമർശനത്തെ ദ ഡോക്ടർ ആൻഡ് സെയിൻറ്റ്, ഓക്കെ, അതിന് മറുപടിയായി രാജ്മോഹൻ ഗാന്ധി, നിഷികാന്ത് കോൾഗെ,
നിഷികാന്ത് ഖോൾഗെ ഒരു ദളിത് വംശജനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഇപ്പോൾ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഗാന്ധിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് നിഷികാന്ത് ഖോൾഗെ എഴുതിയൊരു പുസ്തകമുണ്ട്, ഗാന്ധി അഗൻസ്റ്റ് കാസ്റ്റ്. വളരെ പഠിക്കണത് മാത്രമല്ല, ഈ നിഷികാന്ത് ഖോൾഗെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന അംബേദ്കറുടെ ജീവചരിത്രം. ഓക്കെ, ഞാൻ ഇത് ഒന്നുകൂടി പറയാം. ഞാൻ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് വടകരയിലൊരു പരിപാടി നടന്നപ്പോൾ ഞാൻ സംസാരിച്ചത് ഗാന്ധി അംബേദ്കർ സമന്വയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ 90 വർഷം മുമ്പ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. 2025 നമ്മൾ ആ അഭിപ്രായം പുനരാനയിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? അവരെ രണ്ടുപേരുടെയും നന്മകളെയല്ലേ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടത്? അല്ല, അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാം. പക്ഷേ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഈ അരുന്ധതി റോയ് മുന്നോട്ട് വെച്ച വിമർശനങ്ങൾക്ക് രാജ്മോഹൻ ഗാന്ധി, CBK ജോസഫ്, ദെൻ നിഷികാന്ത് ഖോൾഗെ, KP ശങ്കരൻ, ഓക്കെ, ദെൻ അമേരിക്കൻ ഗാന്ധിയൻ പണ്ഡിതയായ ഡോക്ടർ PK വില്ലി. ഡോക്ടർ PK വില്ലിയുടെ പ്രശസ്തമായ ഒരു കത്താണ് എൻ ഓപ്പൺ ലെറ്റർ ടു അരുന്ധതി റോയ്. 14 പേജുണ്ട്, അത് എൻ്റെ കയ്യിലുണ്ട്. ഇന്നേ വരെ ഈ വിമർശകർക്ക് ആർക്കും മറുപടി പറഞ്ഞ ആൾക്കും അരുന്ധതി റോയ് മറുപടി പറഞ്ഞിട്ടില്ല. ഇതിൽ എന്നെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനം, ഈ KP ശങ്കരൻ്റെ പഠനമില്ലേ, വളരെ ആഴത്തിലുള്ള പഠനമാണ്. ഞാൻ KP ശങ്കരൻ മാഷെ ഞാനൊരു എന്താ പറയുക, ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അത്രയുണ്ട്. കാരണം വെച്ചാൽ മാഷെ ആർക്കും അറിയില്ല പിന്നെ കേരളത്തിൽ മലയാളികൾ. കാരണം അദ്ദേഹം ദീർഘകാലം ഡൽഹിയിലായിരുന്നു, പല വിദേശ സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസറാണ്. എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയ ഗാന്ധി ആൻഡ് ദ സെൻട്രാലിറ്റി ഓഫ് എത്തിക്സ്. അതിൻ്റെ അവതാരിക എഴുതിയത് പിന്നെ അഖിൽ ബിൽഗ്രാമിയാണ്. ഓക്കെ, സത്യത്തിൽ ഈ K അരവിന്ദാക്ഷൻ, CBK ജോസഫ്, പ്രൊഫസർ KP ശങ്കരൻ, 3 വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ഇവർ ഗാന്ധി പഠനം നടത്തുന്ന ആളുകൾ. എന്നെപ്പോലുള്ളൊരു ഗാന്ധി പഠിതാവിന് സ്വപ്നം കാണാൻ കഴിയാത്ത പുതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള വെളിച്ചം കാണിച്ചു തന്നത് ഈ 3 പേരാണ്. ഓക്കെ, ഈ 3 പേരുടെയും ദൈക്ഷണികമായ സഹായമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ പുസ്തകം ഇത്രയും നിലവാരമുള്ളത് ആകുമായിരുന്നില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, വളരെ അധികം പ്രസക്തമായ രീതിയിലാണ് നമ്മുടെ P ഹരീന്ദ്രനാഥ് നമ്മോട് സംവദിച്ചത്. തീർച്ചയായിട്ടും P ഹരീന്ദ്രനാഥിനെ 2 തവണ കൂടി ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ 2 പതിപ്പുകൾ കൂടി അദ്ദേഹത്തിൽ നിന്ന് 2 വോളിയം കൂടി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ വോളിയം 2 കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 35 വരെ അല്ലേ, 1915 മുതൽ 35 വരെ, 35 to 48 വരെ, അങ്ങനെ 2 കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യവും അത് മലയാളിയുടെ റഫറൻസ് ഗ്രന്ഥമായിട്ട് നിലനിൽക്കുന്നൊരവസ്ഥയും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. താങ്കൾക്കത് കഴിയട്ടെ. തീർച്ചയായിട്ടും ഈ ഇൻ്റർവ്യൂ ഒക്കെ തന്നെ അതിന് ഗുണകരമായി മാറട്ടെ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ബഹറിൽ വരികയും ഞങ്ങളോട് സംവദിക്കുകയും ചെയ്ത ഈ ഒരു ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ BMCയിൽ വന്നു, ബഹറിലുണ്ടായ അനുഭവങ്ങൾ, BMCയിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചുരുക്കം വാക്കുകളിൽ ഒന്നുകൂടി പറഞ്ഞാൽ വളരെ സന്തോഷമായി. ഞാൻ ഈ യഥാർത്ഥ മതേതര ജീവിതം നയിക്കുന്ന ആളുകൾ പ്രവാസികളാണ്. അതുകൊണ്ട് പ്രവാസ സമൂഹത്തോട് എന്നും ഒരു ആദരവോടുകൂടിയാണ് ഞാൻ പെരുമാറുകയും സംസാരിക്കുകയും. ഞാൻ കഴിഞ്ഞ ജൂൺ 10 ബഹറിൽ വന്നത്. ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി കേരളീയ സമാജത്തിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ചു. ഗാന്ധിയൻ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി. ഇന്ന് 21 എല്ലാ ദിവസങ്ങളിലും ഞാൻ 2-3 പരിപാടികളിലാണ് പ്രസംഗിച്ചത്. അത് ബഹ്റിനിലെ മലയാളി സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ BMCയിൽ നടത്തിയ ഈ സ്ഥാപനത്തോടും എന്നെ അഭിമുഖം നടത്തിയ രാജീവിനോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ BMCയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ഫ്രാൻസിസ്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ക്യാമറാമാൻ പേരാമ്പ്ര, എൻ്റെ നാട്ടുകാരനാണ് രഗീഷ്, അദ്ദേഹത്തോടുള്ള നന്ദി. അദ്ദേഹം മികച്ച വായനക്കാരനാണ്. ഓക്കെ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്സ്, അതായത് പ്രത്യേകിച്ച് വായന അകന്നു പോകുന്നൊരു കാലത്ത് ഗാന്ധിയെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും വായനയെ തിരിച്ചു പിടിക്കുക എന്നത് കൂടിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എനിക്ക് വന്നതിന് ശേഷം, ബഹ്റിൽ വന്നതിന് ശേഷം എൻ്റെ വാക്കുകൾ കേൾക്കാൻ സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ച
ബഹ്റിനിലെ എല്ലാ മലയാളി കൂട്ടായ്മകൾക്ക് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ തലത്തിലൂടെയാണ് താങ്കൾ ഇതിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മളുടെയും ഒരു ബ്രെയിൻ സ്ട്രോമിംഗ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റി, ചരിത്രത്തെ കൂടുതൽ. അപ്പോൾ തീർച്ചയായും വളരെ നന്ദി. വീണ്ടും താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. This July and August, let your child shine with creativity, confidence, and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity, and new friendships.